ചീറ്റിങ്ങിന് അഗേൻസ്റ്റ് ആണെങ്കിൽ പോലും നമ്മുടെ റെന ഫാത്തിമയും കാമുകനായ ആലിമും കൂടെ അടിച്ചു പിരിഞ്ഞു എന്നുള്ള ലെവലിൽ റെന ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. ശരിക്കും ഇത് റീച്ചിന് വേണ്ടി തന്നെയാണോ ഇട്ടിരിക്കുന്നത്? കാരണം ആലിമുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് റെന. പെട്ടെന്ന് എന്താണ് ഇവരുടെ ഇടയിൽ സംഭവിച്ചത്? എന്തായാലും വീഡിയോ അത്യാവശ്യം വൈറൽ തന്നെയാണ്. റെന ഇതിനെന്തായാലും പൂർണ്ണമായിട്ടൊരു ഉത്തരം തരണം. കാരണം ഇത് ഓഡിയൻസ് കണ്ടു കണ്ടില്ല അങ്ങനെ ഒരു ലെവലിലാണ് റെന ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ സംഭവം അറിഞ്ഞോ? റെനയും ആലിമും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ബിഗ് ബോസിനകത്ത് തന്നെ ഒത്തിരി ചർച്ചയായതാണ്. വീട്ടുകാരെക്കാളും റെനയ്ക്ക് സ്നേഹം ഈ പറയുന്ന ബോയ് ഫ്രണ്ടിനോടാണ്. 19ാമത്തെ വയസ്സിൽ റെന ഇത്രയും അധികം ഒരാളെ സ്നേഹിക്കുന്നോ എന്നൊക്കെ ചോദിച്ച് വമ്പൻ വിവാദങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുള്ളതാണ്. പുറത്തിറങ്ങി റെന ആദ്യമായിട്ട് വന്ന് കെട്ടിപ്പിടിച്ചതും ആലിമിനെ തന്നെയാണ്. അതും വലിയ വിവാദമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിന്റെ അവസാനം ഇപ്പൊ റെനയും ആലിമും ബ്രേക്കപ്പ് ആയി രണ്ടും രണ്ട് രീതിയിൽ മാറിയിരിക്കുകയാണെന്നുള്ള ലെവലിലുള്ള ഒരു വീഡിയോയാണ് റെന പങ്കുവച്ചിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയണ്ടേ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം. FBയും ഇൻസ്റ്റയും ഫോളോ ചെയ്യാനും മറക്കരുത്, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. റെന കുറച്ചു നേരം മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഞാനത് കണ്ടു. നിങ്ങൾ ഇപ്പൊ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റത്തില്ല. റെനയുടെ ഫീഡ് പേജിലൊന്നും, റെനയുടെ അക്കൗണ്ടിലൊന്നും തന്നെ ആ വീഡിയോ ഇപ്പൊ ഇല്ല. ആ വീഡിയോ ഞാനൊന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം. നമ്മൾ എത്രത്തോളം ചീറ്റിങ്ങിന് അഗേൻസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോർഗീവ് ചെയ്യും. ഞാൻ ഈ അമിതമായി സ്നേഹിച്ചു പോകുന്നവരുടെയും മാനിപ്പുലേഷൻസിൽ വീഴുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് അത് സംസാരിക്കുന്നത്. എന്നിട്ട് ഒരു കയ്യും കാലും പിടിക്കും ചെയ്യും, ഇങ്ങനൊന്നും ചെയ്യില്ല എന്നും പറയും. നമ്മളത് വിശ്വസിച്ചിട്ട് അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കും. ഇത്രയും റെന പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ചിലരുടെ കാര്യത്തെ കുറിച്ചിട്ടാണ്. അതായത് ചിലർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ എന്ത് ചെയ്യും? ക്ഷമിക്കും. ബാക്കി നമുക്ക് കേട്ടു നോക്കാം. സെക്കൻഡ് ചാൻസ് കൊടുക്കും. ഒരുപാട് പേര് പറയുന്നുണ്ട് സെക്കൻഡ് ചാൻസ് കൊടുത്താൽ അടിപൊളിയാവും, റിലേഷൻഷിപ്പ് സൂപ്പർ ആയി പോകും. ലക്ഷങ്ങൾ ഒന്നൊക്കെ ചിലപ്പോ അങ്ങനെ സംഭവിച്ചെന്ന് വരാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു എക്കോണമിയില് സെക്കൻഡ് ചാൻസ് കൊടുത്താലും നന്നാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. രണ്ടാമത്തെ പ്രാവശ്യം ചീറ്റ് ചെയ്യും, എന്നിട്ട് അത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അവരുടെ ഒരു തൊലിഞ്ഞ കരച്ചിൽ ഡ്രാമ ഉണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, രണ്ടാമത്തെ പ്രാവശ്യം ചീറ്റ് ചെയ്യും, എന്നിട്ട് നമ്മളത് കണ്ടുപിടിക്കും. അപ്പൊ അവരുടെ ഒരു തൊലിഞ്ഞ കരച്ചിൽ ഡ്രാമ ഉണ്ടാവും എന്നുള്ള ലെവലിൽ റെന സംസാരിക്കുകയാണ്. റെനയ്ക്ക് ഇത്രയധികം റെനയുടെ കൂടെ ഒന്ന് ചീറ്റ് ചെയ്യാൻ പറ്റുന്നത് ആലിബ് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോക്കകത്തൂടെ റെന ഉദ്ദേശിക്കുന്നത് ആലിബിനെയാണെന്ന് കാണുന്ന പ്രേക്ഷകർക്കും നമുക്കും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ബാക്കി കൂടി നമുക്ക് കേട്ട് നോക്കാം. നമുക്ക് അത്ര ഇഷ്ടമല്ലേ ആളെ? ഇതേ ഇഷ്ടം അവർക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇങ്ങനത്തെ തുല്യ സ്വഭാവം കാണിക്കില്ലായിരുന്നു. അത് വേറെ കാര്യം. അങ്ങനെ ഫോർഗീവ് ചെയ്ത് കല്യാണം കഴിക്കുകയും കല്യാണം കഴിച്ചത് എക്സ്ട്രാ കല്യാണം കഴിക്കുക. അതായത് റെന എന്താ പറഞ്ഞത്? ഫോർഗീവ് ചെയ്ത് അവസാനം കല്യാണം കഴിക്കുകയും. അപ്പൊ കല്യാണത്തിന്റെ കേസാണ്. റെന ഈ വീഡിയോ ഇടുന്നത് എന്തായാലും ഫ്രണ്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ അല്ലല്ലോ, റെനയുടെ കാര്യമാണ് ഇടുന്നത്. അപ്പൊ റെനയുടെ കാര്യത്തിൽ ഈ വീഡിയോക്കകത്ത് പറയുന്നത് കല്യാണം എന്നാണ്. കല്യാണം എന്ന് പറയുമ്പോൾ റെനയ്ക്ക് കല്യാണം ഉണ്ടെങ്കിൽ അത് ആലിമിന്റെ കൂടെ ആണല്ലോ. നിലവിലത്തെ അവസ്ഥയിൽ ബോയ് ഫ്രണ്ട് ആണ്. അപ്പോ റെന പറഞ്ഞു വരുന്നത് ആലുമായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന് തന്നെയാണെന്നാണ് ഈ വീഡിയോക്കകത്ത് നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. ബാക്കി കേൾക്കാം. പിന്നെയും ഫോർഗീവ് ചെയ്യുകയും ഇങ്ങനെ ഫോർഗീവ് ചെയ്ത് ജീവിതം നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ആ ആളെ കൂടെ ജീവിച്ചാൽ നടക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ നമ്മളെ ജീവിതം തൊലിക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം തൊലിക്കുക. അതായത് ആർക്ക് വേണ്ടി? റെന ഈ ടോപ്പിക്ക് പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം തൊലിക്കുക എന്ന് അർത്ഥമാക്കുന്നത് ആർക്ക് വേണ്ടി റെനയുടെ ജീവിതം തൊലിക്കുക എന്നാണ്. അത് ആലിമിന് വേണ്ടി തന്നെയാണ്. ആലിമിനെ തന്നെയാണ് ഇവിടെ റെന എടുത്തിട്ട് അലക്കി വിടുന്നത്. സംഭവിക്കാം. നമ്മൾ കുറെ സെക്കൻഡ് ചാൻസ് കൊടുത്ത് ലാസ്റ്റ് ഇവരെന്നെ പറയും നമുക്ക് ബ്രേക്കപ്പ് ആവാം, എനിക്ക് എന്നെ പറ്റുന്നില്ല. സെക്കൻഡ് ചാൻസ് കൊടുത്ത ആള് മൂഞ്ചിപ്പോയി. ഇതാണ് നടക്കാൻ പോകുന്നത്. ഞാൻ ഒരു റിയാലിറ്റി ചെക്ക് തന്നതാണ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ. ഓക്കെ, റെന ഇതിന് ചീറ്റിംഗ് ഈസ് എ ചോയ്സ് നോട്ട് എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അൻസിഫെ ഇറങ്ങിയോ കുടുംബശ്രീ ആയിട്ട്? കുടുംബശ്രീ പരദൂഷണമായിട്ട് ഇറങ്ങിയെന്ന്. എൻ്റെ പൊന്ന് മറ്റേ മക്കളെ, നിങ്ങൾ ആദ്യം വിചാരിക്കാനുള്ള കുറച്ച് കാര്യം, ഇതവർ പേഴ്സണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഫോണിൽ പറഞ്ഞതോ ഞാൻ പോയി ഒളിക്യാമറ വെച്ച് കണ്ടുപിടിച്ചതോ അല്ല. സോഷ്യൽ മീഡിയക്കകത്ത് റെന പോസ്റ്റ് ചെയ്ത വീഡിയോയാണത്. ഞാൻ അവരുടെ പേഴ്സണൽ ലൈഫിൽ നല്ല എടുത്ത് കുത്തി പറയുന്നത്. എന്ത് ടോപ്പിക്കുകളായാലും ഞാൻ വന്ന് റിയാക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടാണ്. അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിൽ റെന രാവിലെ എഴുന്നേറ്റോ, റെന അവരെ വിളിച്ചോ, മറ്റവര് ഫോൺ എടുത്തോ, എന്ത് പറഞ്ഞു ഒന്ന് തിരക്കിയിട്ട് കുത്തി തിരക്കി വന്ന് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട കാര്യം എനിക്കില്ല. അതിനെയാണ് നിങ്ങൾ ഈ പറയുന്ന കുടുംബശ്രീ എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതങ്ങ് വിടുക. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പബ്ലിക് റിയാക്ട് ചെയ്യും. അത് സ്വാഭാവികമാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും കൂടെ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വേണം വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി റെനയുടെ ആലിമിന്റെ ഫോളോ ലിസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫോളോ ലിസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും റെനയുടെ ഫോളോ ലിസ്റ്റിൽ ആലിബ് എന്ന് പറയുന്ന ഒരാളെയും റെന ഫോളോ ചെയ്തിട്ടില്ല. വേറെ ഏതോ ഒരു ആലിമിനെ ഫോളോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മറ്റേ ആലിമിനെ ഫോളോ ചെയ്തിട്ടില്ല.
അതുപോലെ തന്നെ ആലിബിന്റെ അക്കൗണ്ട് ആലിബ് ഫസാൽ എന്ന് പറയുന്ന ആലിബിന്റെ അക്കൗണ്ടിൽ നിന്നും റനയെ ഫോളോ ചെയ്തിട്ടില്ല. രണ്ടുപേരും അൺഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ റന ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ കറങ്ങാൻ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഇട്ടിട്ടുള്ള സ്റ്റോറിയാണ്. ബാങ്കോക്ക് തായ്ലൻഡിലൂടെ അവിടെയാണുള്ളത്. അവിടുത്തെ സ്റ്റോറി ഇട്ടിരിക്കുകയാണ്. താങ്ക് യു ഫോർ ദ മെമ്മറീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആലിബിന്റെ കൂടെ നിൽക്കുന്ന ഒരു വീഡിയോയാണ് സ്റ്റോറി ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സാധനമാണ് ഉള്ളത്. അപ്പം അതിനകത്തൊരു ഇമോഷണൽ ഒരു സോങ് ആണ് കൊടുത്തിരിക്കുന്നത് റനയുടെ സ്റ്റോറിയിൽ. ഇപ്പൊ അത് പോയിട്ടുണ്ടോ എന്തോ പോയി നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്ന സാധനം എന്താണ്? ആലിബ് തേച്ചു, അല്ലെങ്കിൽ റന തേച്ചു, രണ്ടുപേരും ബ്രേക്കപ്പ് ആയി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ ബ്രേക്കപ്പ് ആയതെല്ലാം നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു കാര്യം റന വീഡിയോ ഇട്ടിട്ട് എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി റിമൂവ് ചെയ്തു? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് റിമൂവ് ചെയ്തു? സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടണ്ട എന്ന് കരുതിയിട്ടാണോ റിമൂവ് ചെയ്തത്? അതോ റന ട്രയൽ റീൽസ് ആയിട്ടാണോ ഇത് അപ്ലോഡ് ചെയ്തത്? ട്രയൽ റീൽസ് ആയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ തന്നെ പലർക്കും നിങ്ങൾക്ക് ആ റീൽ കാണാനായിട്ട് പറ്റും. അത് ആർക്ക്? റനയെ ഫോളോ ചെയ്യാത്തവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ ട്രയൽ റീലായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോളോവേഴ്സിന് ആ റീൽ കാണാൻ പറ്റത്തില്ല. കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ റീലാക്കി അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഈ വീഡിയോ ഞാനിപ്പോൾ ഒരു റീലാക്കി, ട്രയൽ റീലാക്കി എൻ്റെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിന് ആർക്കും ആ വീഡിയോ കാണാൻ പറ്റത്തില്ല. ആ ഫോളോവേഴ്സ് അല്ലാത്ത ആൾക്കാരുടെ ഫ്രണ്ടിലേക്കായിരിക്കും ഈ വീഡിയോ ഇറങ്ങിപ്പോവാ. ഞാൻ മുന്നേ എടുത്തിട്ടുള്ള ഒരു റീൽ വീഡിയോ ആണെങ്കിൽ പോസ്റ്റ് ചെയ്താലും അങ്ങനെയാണ് വരിക. അപ്പോൾ ട്രയൽ റീലാക്കിയാണ് റന ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ, കാരണം വീണ്ടും ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഈ വീഡിയോ കമന്റ് നോക്കാൻ പറ്റുന്നുണ്ട്, ആരുപോയിട്ട് അടിച്ചു പിരിഞ്ഞൊന്നൊക്കെ അതിനകത്ത് ഒത്തിരി കമന്റുകൾ കിടക്കുന്നുണ്ട്. പക്ഷേ റനയുടെ അക്കൗണ്ടിൽ ഈ വീഡിയോ ഇല്ല, റനയുടെ റീൽസിനകത്ത് ഈ വീഡിയോ ഇല്ല, എവിടെ പോയി? അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് വീഡിയോ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല, പകരം ട്രയൽ റീൽ ആക്കിയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ട്രയൽ റീൽ കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. ഈ പരിപാടി റന ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ബ്രേക്കപ്പ് ഒറിജിനൽ ആണോ അതോ ഇത് നാടകമായിട്ട് കെട്ടിച്ചമച്ചതാണോ റീച്ചിന് വേണ്ടി? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഇത് മാത്രമാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ വരെ എത്തിയത്. എന്തായാലും റന ഇതിന് ഉത്തരം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് പിരിയുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ എത്രത്തോളം രണ്ടുപേർക്ക് അഫക്ട് ചെയ്യുന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം നിങ്ങൾ അത്രയും ഭയങ്കരമായിട്ട് എന്താ പറയുക അടുത്തിരുന്നവരാണ്. ബിഗ് ബോസിനകത്ത് തന്നെ നിങ്ങളുടെ പ്രണയമൊക്കെ ചർച്ചയായതാണ്, പുറത്തിറങ്ങിയിട്ടും അത് വിവാദമായതാണ്. നിങ്ങൾ എവിടെ പോയാലും ഒരുമിച്ച് പോവുകയും ഒരുമിച്ച് എന്താ പറയുക ട്രാവൽ ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരാണ്. സോ ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ അനുഭവിക്കണം. ഇതൊരു ഡ്രാമയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും പ്രേക്ഷകരെ തന്നെയായിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരുന്നത്. റീച്ചിന് വേണ്ടി പലരും പലതും ചെയ്തു കൂട്ടുന്ന ഈ സാഹചര്യത്തിൽ റീച്ചിന് വേണ്ടിയാണ് റന നിങ്ങളിത് ചെയ്തതെന്നുണ്ടെങ്കിൽ, റന എന്ന് പറയുന്ന 19 വയസ്സുകാരിയെ പ്രേക്ഷകർ മൊത്തം ആക്സെപ്റ്റ് ചെയ്തത് ഈ ചെറിയ ഏജിൽ തന്നെ ഇത്രയും വലിയ സക്സസ് ആയി മാറിയ ഒരു എന്താ പറയുക കുട്ടി എന്നുള്ള നിലയ്ക്കാണ്. അത് മൊത്തം ഇടിഞ്ഞ് താഴെ വീഴുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ.